ശ്രീ വേണുഗോപാൽ, ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു ആധിപത്യം കേരളത്തിലെ മറ്റ് സമുദായങ്ങളിലൊക്കെ തന്നെ വല്ലാത്തൊരു ഈർഷ്യ ഉണ്ടാക്കുകയാണ്. കാരണം UDF ആണ് ഇവരെ വളർത്തിയെന്നുള്ളതും നമുക്ക് ഉറപ്പായ കാര്യമാണ്. ഇപ്പോൾ അവർ ചില അവകാശവാദങ്ങളും ഒക്കെ ആയിട്ട് തന്നെ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അത്തരത്തിലേക്കാണോ കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അല്ല, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി പുറകോട്ട് പോകണം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മുസ്ലിം ലീഗ് അങ്ങ് പാകിസ്ഥാനിലേക്ക് പോയെങ്കിലും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ച് 1948 മദ്രാസിൽ വെച്ചൊരു കോൺഫറൻസ് നടന്നുണ്ട്. അതിനുശേഷം പിന്നീടാണ് 1951 ഈ IUML എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിട്ടത് മാറുന്നത്. അപ്പോൾ ഈ ബേസ് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായതല്ല. അവരുടെ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം മുതലേ ഈ ഒരു മുസ്ലിമിൻ്റെ ഒരു ശക്തി അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഈ രാഷ്ട്രീയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്ത് പല വിധത്തിലാക്കി അതിനെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ അവർ കോറായിട്ട് മുസ്ലിമിൻ്റെ വളർച്ച, മുസ്ലിം എന്ന ജനവിഭാഗത്തിൻ്റെ പുരോഗതിയാണ് അവരുടെ പ്രധാനമായിട്ടുള്ളത്. പക്ഷേ IUMLനെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും കേരളത്തിൽ വന്നപ്പോൾ വളരെ ന്യായമായ രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അവരുടെ റീജിയണിൽ അവരുടെ ശക്തി ഉള്ളിടത്ത് അവർ നിലനിന്നുകൊണ്ട് പോയി. അപ്പം അങ്ങനെ തന്നെ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം UDF ആണ് അവരെ വളർത്തിയത്. അല്ല, UDFനെ വളർത്തിയത് അവരാണെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അങ്ങനെ ഒരു അപ്രമാദിത്വം അവർ അതിനകത്ത് ഉണ്ടാക്കി എടുത്തു. അല്ല, 1952 മുതൽ തന്നെ അവർ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവർ വളരെ സ്ട്രോങ് ആയിരുന്നു. അറിയാമോ, ആദ്യത്തെ പാർലമെന്റിൽ മലപ്പുറത്ത് നിന്ന് ഒരു MP ഉണ്ടായിരുന്നു, അവരുടേതായ MP. അത് അവരെ ആരുടെയും ബേസോട് കൂടിയല്ലല്ലോ ചെയ്തത്. അതുപോലെ തന്നെ ഇവരെ ചത്ത കുതിരയെന്നാണ് കോൺഗ്രസ് പോലും വിശേഷിപ്പിച്ചത്, ജവഹർലാൽ നെഹ്റു പോലും. പക്ഷെ അവരതിനൊക്കെ അതിജീവിച്ച് നിന്നിരുന്നു. അവിടെ അവരുടെ ആ ബേസിൽ അവർ ഭയങ്കര മുറുകി നിന്നിരുന്നു. അത് അവരുടെ ഒരു ശക്തിയാണ്. അല്ല, ഇപ്പോഴും അവർ LDF നിന്നാലും UDF നിന്നാലും അവരുടെ സീറ്റ് സേഫ് ആണ്. ആദ്യത്തെ ഇലക്ഷൻ മുതൽ നോക്ക്, 57 മുതൽ ഇന്ന് വരെയുള്ള ഇലക്ഷൻ നോക്ക്. ആദ്യത്തെ ഇലക്ഷനിൽ പോലും അവർ 57 അവരെ ആരും എടുപ്പിച്ചില്ല. എന്നിട്ട് പോലും അവർ 8 സീറ്റിൽ ജയിച്ചു എന്നുള്ളതാണ്. അവർ 15 സീറ്റിലോട്ട് മത്സരിച്ചു, പക്ഷേ 16 സീറ്റിലാണ് മത്സരിച്ചത്. 8 സീറ്റിൽ അവർ ജയിച്ചു, ഒറ്റയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ചെറിയ 1-2 പാർട്ടി, കാരണം കോൺഗ്രസ് എതിരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് എതിരായിരുന്നു. അവരെ അടുപ്പിച്ചില്ല, 2 പാർട്ടികളും അടുപ്പിച്ചില്ല. അവരൊറ്റയ്ക്ക് നിന്നാണ് അവർ 8 സീറ്റ് പിടിച്ചത്. ഇന്ന് വരെയുള്ള കണക്കെടുത്ത് നോക്ക്, അവർ 15, 14, 12, 10 ഇങ്ങനെ അവരുടെ ആ സ്ട്രെങ്ത് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവസാനം LDF തൂത്തുവാരിയ ഇലക്ഷനായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ. 100 സീറ്റോളം പിടിച്ചിട്ടും അവരുടെ സീറ്റ് 15 ഉണ്ട്. 2011 അവർ 22 സീറ്റിൽ മത്സരിച്ച് 20 സീറ്റ് വരെ പിടിച്ചു. അതുകൊണ്ടാണല്ലോ ഒരു അഞ്ചാം മന്ത്രി തന്നെ അവർ ആവശ്യപ്പെട്ടത്. കാരണം അവർക്ക് അവരുടെ ഗ്രിപ്പ് കളയുന്നില്ല. അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. കാരണം അവർ വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലയിടത്തും പറയും അവർ വർഗീയമാണ്, പക്ഷേ അവർ മലപ്പുറത്തുള്ള ഹിന്ദുക്കളെ അവരോട് സംരക്ഷിക്കുന്നുണ്ട്. അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. അവിടെ അവർ ഹിന്ദുക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. പണ്ടൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കളി നടന്നിട്ടില്ല. അപ്പോൾ പലപ്പോഴും അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് അവരുടെ അധീശത്വം ഉറപ്പിക്കുകയും അവരുടെ ആൾക്കാർക്ക് ഗുണം വരുന്ന വിധത്തിൽ പലതും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഹിന്ദുക്കൾക്കും കിട്ടുന്നതും കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ ഒപ്പം മതേതര സ്വഭാവം ഉണ്ട്. ഒരു മതേതര സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാൽ അവർ ഒരു മതവിരുദ്ധ സ്വഭാവമില്ല. മതേതര സ്വഭാവം വേറെയാണ്, മതേതര സ്വഭാവം ഇല്ല, പക്ഷേ മതേതര വിരുദ്ധ സ്വഭാവം അവർക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഹിന്ദുവിനെ മുഴുവൻ തട്ടിക്കളയണമെന്ന് അവർ വിചാരിക്കുന്നില്ല. അത് വളരെ തന്ത്രപരമായിട്ട് അവരുടെ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുപോകുന്നുള്ളത്. പണ്ടൊരു രാമനെ അവർ വെച്ചിരുന്നു MLA ആയിട്ട്, ഇപ്പം അതുമില്ല. മരുന്നിനൊരു രാമൻ ഉണ്ടായിരുന്നു, MLA, ഹിന്ദു MLA. ഇപ്പം അതവർ നിർത്തി. അവർ മുഴുവൻ മുസ്ലിങ്ങളെ നിർത്തുള്ളൂ, അവരെ ജയിപ്പിക്കുകയുള്ളൂ. എങ്ങനെ നോക്കിയാലും അവർക്കൊരു, ഞാൻ നോക്കിയെടുത്തോളം 57 മുതൽ ഈ ഇതുവരെ 15 സീറ്റിൽ ആ 10നും 15നും ഇടയ്ക്ക് ചിലപ്പോൾ 20 വരെ ആയി പോയിട്ടുണ്ട്. അവരങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ. പക്ഷെ അങ്ങനെ അവരുടെ ഒരു വളർച്ചയാണ് എനിക്ക് തോന്നുന്നു ഈ UDF നിന്ന് ഈ നായർ സമുദായത്തെ ഒക്കെ അകറ്റിയത് എന്നെനിക്ക് തോന്നുന്നു. അല്ല, അതിന് ഒരു കാരണം ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ അന്നും ഇന്നും ദുർബലമാണ്. അതിൽ കുറേ വ്യക്തികളും നേതാക്കളുമാണുള്ളത്. ഇപ്പോൾ കരുണാകരനായിരുന്നു, കരുണാകരൻ്റെ കയ്യിലാണ് ഈ സാധനം.
അതിന് മുമ്പ് പനമ്പള്ളിയായിരുന്നു. കരുണാകരൻ്റെ കയ്യിലായി. കരുണാകരൻ്റെ കളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് പറ്റിയ സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉയർത്തി നിർത്തുന്നതിന് പറ്റിയ സാധനങ്ങൾ. അപ്പം മുസ്ലിം ലീഗിനെ പിടിക്കണം, മുസ്ലിം ലീഗിനെ പിടിക്കും. മുസ്ലിമിനെ കേരള കോൺഗ്രസിനെ പിടിക്കും, കേരള കോൺഗ്രസിനെ പിടിക്കും. അദ്ദേഹം അതിനിടയ്ക്ക് NDP ഉണ്ടാക്കും, SRP ഉണ്ടാക്കും. NDP കൊല്ലണ്ടപ്പോൾ NDP കൊല്ലും, SRP കൊല്ലണ്ടപ്പോൾ SRP കൊല്ലും. ഇതിനെ എല്ലാത്തിനെയും വാഷ് ഔട്ട് ചെയ്ത് കളയും. പക്ഷേ മുസ്ലിം ലീഗിനെ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റിയില്ല. കേരള കോൺഗ്രസിനെ അദ്ദേഹം പലതായിട്ട് ഈ കേരള കോൺഗ്രസ് പലതായി എന്ന് പറയുന്നില്ലേ, വെട്ടിപ്പിളർന്നതിൻ്റെ ആശാൻ കരുണാകരനാണ്. കുറച്ച് EMS ഉണ്ട്. പക്ഷേ ഈ വെട്ടിപ്പിളർന്നത് മുഴുവൻ ഈ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ്. കുറച്ച് മാർക്സ് പാർട്ടിക്കും ആ തന്ത്രമുണ്ട്. EMS അതിലും കളിച്ചിട്ടുണ്ട്, EMS കളിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അധികവും കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളാണ്. അപ്പോൾ ഇത് അവരെല്ലാ പാർട്ടിയിലും. പക്ഷേ മുസ്ലിമിൻ്റെ അടുത്ത് മാത്രം അത് നടക്കില്ല. അവിടെ വെട്ടാൻ ചെന്നാൽ കേൾക്കുന്നില്ല. അപ്പോൾ അവിടെ പക്ഷേ അവരൊരു സുരക്ഷിതത്വം കൊടുക്കുന്നു. അവർ വേറൊരു കാര്യം, അവർ എപ്പോഴും അവരൊരു അന്തസ്സുള്ള പാർട്ടിയുടെ ഒരു സ്റ്റൈൽ കാണിക്കാറുണ്ട്. എത്ര ഗതികേട് വന്നിട്ട് അവർ UDF വിട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒരിക്കൽ 69 മാത്രമേ നേരെ അങ്ങ് പോയിട്ടുള്ളൂ. പിന്നെ 70 കണ്ട് പക്ഷേ 21 അവരൊരു ശ്രമം നടത്തി. അല്ല, അത് ഗതി കെട്ടുപോയി. കാരണം അവർക്ക് ഭരണം, അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം ഈ കൊടി പിടിച്ചുകൊണ്ട് നടക്കുക, ബഹളം ഉണ്ടാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് വളരെ തന്ത്രശാലികളാണ്. നമ്മുടെ ഞമ്മൻ്റെ ആളിന് ഗുണം കിട്ടണം, വിദ്യാഭ്യാസത്തിൽ ഗുണം കിട്ടണം, തൊഴിലിൽ ഗുണം കിട്ടണം. ആദ്യത്തെ മന്ത്രിസഭയിൽ അവർ വന്നപ്പോൾ തന്നെ അവർ ചെയ്തെന്ന് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. മുഹമ്മദ് കോയയുടെ പിന്നെ പ്രയത്നമല്ല. പിന്നെ CH ആണ് അതിന് മുൻകൈ എടുത്തത്. CH അത് അറിയാമായിരുന്നു, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമ്മുടെ ആൾക്കാർ ഉയരുള്ളൂ. പിന്നീട് വന്ന അവർ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ വാങ്ങിക്കാൻ കാര്യം എന്താ? അവർക്കറിയാം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമ്മുടെ ആൾ മുകളിലോട്ട് വന്ന് ഈ ഭരണതലത്തിലുമൊക്കെ കയറി നമുക്ക് ഒരു ശക്തി ഉണ്ടാവുള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുള്ളത് എവിടെയാണ്? മലപ്പുറത്താണ്. കാരണം സർക്കാരിന്റെ സ്കൂള്, അവർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പല പ്രാവശ്യം. എന്ന് ഒക്കെ അവർക്ക് സൗകര്യം കിട്ടി. അവരൊക്കെ അന്നൊക്കെ അല്ല, കോൺഗ്രസ് വന്നാൽ എപ്പോഴും വിദ്യാഭ്യാസം വന്നാലും അങ്ങനെയായിരുന്നു. അവരെ തന്നെ പിടിക്കും. അല്ലെങ്കിൽ അവരുടെ CH മുഹമ്മദ് കോയ നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആണെന്നാണ് കേരളത്തിലെ പല പ്രധാനപ്പെട്ട ഈ അധ്യാപകർ. മുഹമ്മദ് ബഷീർ ഈ സംസ്കൃത സർവകലാശാല ആരാ തുടങ്ങിയത്? അതെ, ആണ് തുടങ്ങിയത്. മുഹമ്മദ് ബഷീറാണ് സംസ്കൃത സർവകലാശാല. 10ാം ക്ലാസ്സിൽ ഗ്രേഡിംഗ് കൊണ്ടുവന്ന മുഹമ്മദ് ബഷീറിന്റെ സമയത്ത് അവരുടെ അവർക്ക് ഈ മുസ്ലിം എന്ന് പറയുന്ന ജനവിഭാഗത്തിന്റെ ഒരു താല്പര്യം കൂടുതലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ അവർ ഫോക്കസ് ചെയ്ത് അവർ പല കളികളും കളിക്കും. പക്ഷേ പൊതുവിൽ വലിയ ദ്രോഹമൊന്നും നമ്മുടെ ഖജനാവിന് വരുത്താതെ ഒക്കെ പോകാനായിട്ടൊക്കെ അവർ. ഈ 2026 എനിക്ക് തോന്നുന്നു അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ UDF-നകത്ത് ഏറെ അധ്വാനിക്കുന്നത് ലീഗാണ്. തീർച്ചയായിട്ടും ലീഗില്ലെങ്കിൽ തീർന്നില്ലേ? അല്ല, അവരെ അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഭരണം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ജോസ് കെ മാണിയെ ഇപ്പം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോലും ലീഗ് തയ്യാറാകുന്നു. തീർച്ചയായിട്ടും. എന്നിട്ട് തിരുവമ്പാടി മണ്ഡലം കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാലയിൽ പോയി ഏതായാലും ജോസ് കെ മാണിക്ക് ഇനി മത്സരിക്കാൻ പറ്റില്ലെന്നല്ല, അത് കൊടുക്കുകയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വേറൊരു വളരെ സുരക്ഷിതമായ ഇടം ജോസ് കെ മാണിക്ക് കൊടുക്കണം. അതിനുവേണ്ടി തിരുവമ്പാടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ലീഗ്. ഭരണത്തിന് വേണ്ടി അവരുടെ ഒരു സീറ്റ് ത്യജിക്കാൻ തയ്യാറായി. മാത്രമല്ല, ലീഗ് ഇപ്പോൾ ആർക്കും അങ്ങനെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ വാര്യർ വന്നപ്പോൾ 2 കൈ കൂട്ടി അവർ സ്വീകരിച്ചില്ലേ? അതെ. കാരണം അവർക്കറിയാം ഈ കളിക്കേണ്ടത് എവിടെയാണ്, ആരെയാണ് പൊക്കിക്കൊണ്ട് വരേണ്ടത്, നമ്മുടെ രാഷ്ട്രീയം വളരാനെന്നുള്ളത് കോൺഗ്രസിനേക്കാൾ നന്നായിട്ട് മുസ്ലിം ലീഗിനറിയാം. അതാണ് അവർ ഇത്രയും പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. വേറെ ഒന്നും വേണ്ട, CP ജോണിന് പോലും ചിലപ്പോൾ ഒരു സീറ്റ് അവർ അടുത്ത തവണ ഒരു സുരക്ഷിത സീറ്റ് കൊടുക്കുന്നിരിക്കും. കാരണം CP ജോണിന് എപ്പോഴും അവഗണിക്കപ്പെട്ട് വരികയാണ്. ഇത്തവണ ചിലപ്പം CP ജോണിന് പോലും ഒരു നല്ല സീറ്റ് അവർ കൊടുക്കുന്നിരിക്കും. കാരണം ഒരു നല്ല ധനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ള ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരാളാണ് CP ജോൺ. അപ്പോൾ അതുപോലുള്ള ചില കാര്യങ്ങൾ അവർ വളരെ സൂക്ഷിച്ച് ചെയ്യും. ഇപ്പം ഈ സമീപ സമയത്ത് സാദിഖ് അലി തങ്ങളെ പാണക്കാട് നിന്ന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞത് ഇപ്പം അതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. അർത്ഥം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി എന്തെങ്കിലും ഞങ്ങൾ കാണുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി അവർക്ക് അത്രയ്ക്ക് ഗതികേട് വന്നാലേ കോൺഗ്രസ് മുഖ്യമന്ത്രി. കുഞ്ഞാലിക്കുട്ടി എന്തായാലും രമേശ് ചെന്നിത്തലയേക്കാളും സീനിയറാണ്. പക്ഷെ എന്നാലും അവർക്ക് ഇപ്പൊ കോൺഗ്രസ് തീരെ മെലിഞ്ഞു പോയെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അതായത് കോൺഗ്രസിന്റെ സീറ്റുകൾ തീരെ കുറയുക, ഇപ്പം 40 ഉള്ളതിനേക്കാൾ കുറഞ്ഞു വരികയും പിന്നെ ലീഗിൻ്റെയും മറ്റു കേരള കോൺഗ്രസിൻ്റെയൊക്കെ ബലത്തിൽ എങ്ങനെയെങ്കിലും ഒരു 70 ഒപ്പിച്ചതാണെങ്കിൽ മാത്രമേ ആ ഒരു ഗതികേട് വരുള്ളൂ. ഇല്ലെങ്കിൽ 10-60 സീറ്റ് അല്ലെങ്കിൽ ഒരു 50 സീറ്റിന് മുകളിലൊക്കെ കോൺഗ്രസിന് കിട്ടിയാൽ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉപമുഖ്യമന്ത്രി ഷുവറായിട്ടും ഇത്തവണ നോട്ടം ഇട്ടിട്ടുണ്ടെന്നുള്ളത് സംശയമില്ല. അത് അടിച്ചുകൊണ്ട് പോകും. അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊണ്ടുപോയിരിക്കും. അത് യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ.
അതാണ് ലീഗിൻ്റെ ചില നയങ്ങൾ, ലീഗിൻ്റെ ചില ദീർഘവീക്ഷണങ്ങൾ. അവരെന്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആകട്ടെ, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാകട്ടെ, അവർക്കുള്ള സംവരണത്തിൻ്റെ കാര്യമാകട്ടെ, എല്ലാത്തിലും അവർ വളരെ ഭംഗിയായിട്ട് കളി. അവരെന്തിനാ ഈ ഈഴ കമ്മ്യൂണിറ്റിയെ എപ്പോഴും ഈ വെള്ളാപ്പള്ളിച്ചാട്ടൻ അങ്ങോട്ട് ചെല്ലുന്നതിനെ കാണിച്ചുകൊള്ളാൻ? കാരണം ഈ സംവരണം നിലനിർത്തണമെങ്കിൽ ഇവരെയും കൂടെ പിടിച്ച് നിർത്തണം, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് രണ്ടു കൂട്ടർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള ഒരു ബേസ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പം അതെല്ലാം അവർ ഭംഗിയായിട്ട് അവർ നിലനിർത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംവരണം കിട്ടുന്നത് മുസ്ലിം ലീഗിനാണ് കേരളത്തിൽ. അത് PSCയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. എല്ലാ സ്ഥാനത്തും അവർക്ക് അവരുടേതായ ആൾക്കാരും അവരുടെ സൗകര്യവും ഉണ്ട്. അതിന് പുറമെ ജനറൽ മെറിറ്റിൽ കൂടെ അവർ വരും. കാരണം അവരുടെ പിള്ളേർ ആരും മോശമല്ല. ജനറൽ കോട്ടയിൽ അവർ നല്ല പോലെ ഇടിച്ച് കയറുന്നുണ്ട്. അതിന് പുറമെ അവർ 15% എനിക്ക് തോന്നുന്നു സംവരണം ഏറ്റവും കൂടുതൽ അവർക്കാണ്. അത് കഴിഞ്ഞിട്ട് 7 പോലും ഉള്ളൂ. അത് ജനസംഖ്യാനുപാതികമാണ്. ജനസംഖ്യയിൽ അവർ ഇച്ചിരി മുന്നോട്ട് തന്നെയാണ്, സംശയമില്ല. അത് പണ്ട് മുതലേ കേരളത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് അവർ ശക്തിയാണ്. അവർക്കിപ്പോൾ BJP വന്നാലും അവർ, എനിക്ക് തോന്നുന്നു BJP ആദ്യമൊക്കെ അവർക്ക് എതിർത്ത് നിന്നാലും അവർ പിന്നെ BJP ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതാ അവരുടെ ലൈഫ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്നില്ലേ, ജമ്മുവിൽ ഒന്ന് വേറെ, കാശ്മീരിൽ വേറെ ഒന്ന്. അതുപോലെ ഇവിടെയും തിരുവിതാംകൂറിൽ ഇപ്പോൾ കോൺഗ്രസ് BJP വന്നാൽ BJPയുടെ ബേസ് എപ്പോഴും തിരുവിതാംകൂറായിരിക്കും. തിരുവിതാംകൂറും മധ്യ തിരുവിതാംകൂറും ക്രിസ്ത്യാനികളെയും കൂടെ കൂട്ടി പിടിച്ചിട്ടൊരു മേൽക്കോയ്മ അവരുണ്ടാക്കിയാൽ പോലും അവിടെ ഒന്നും കയറി, മലപ്പുറത്തൊന്നും കയറി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. ലീഗും അതിന് ചിലപ്പോൾ തയ്യാറാകും. കാരണം വെച്ചാൽ അവർക്കും അവരുടെ ആൾക്കാരുടെ സംരക്ഷണമൊക്കെ ഭരണത്തിൽ കൂടെ നേടാൻ പറ്റും. അതൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നാൽ ലീഗിന് എപ്പോഴും ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഉണ്ട് ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.